ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തൂ. ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു തനി മലയാളി കറി, ചക്കക്കുരു, മാങ്ങ, മുരിങ്ങാക്കോല്. ഇതാണ് അതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ്. ചക്കക്കുരു മാങ്ങ കറി എന്ന് നമുക്ക് അതിന് പേരിടാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കണം. ചക്കക്കുരു, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരിച്ചിരി ഉപ്പ്, ഒരു പച്ചമുളക്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ വേവിക്കേണ്ടത് മാങ്ങ ഇന്ന് അവിടെ ഇപ്പം ഈ സീസണിൽ കിട്ടാവുന്നതിൽ ഏറ്റവും പച്ച മാങ്ങയാണിത്. ചെനച്ച മാങ്ങ എന്ന് പറയാം. പിന്നെ മുരിങ്ങാക്കോല്, പച്ചമുളക്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പ്. അടുത്തത് വറതാളിക്കാനുള്ള സാധനങ്ങളാണ്. ഉള്ളി, വറ്റൻമുളക്, കടുക്, വേപ്പില. ഒരു 2-3 ഉലുവയും കൂടെ ഉണ്ടായിരുന്നത് വളരെ ഭംഗിയായിരുന്നു, പക്ഷെ ഉലുവ ഇല്ല. ഇനി ഇത് അരക്കാനുള്ള ഒരരപ്പിന് വേണ്ട സാധനമാണ് 4-5 ഉള്ളി, കൊച്ചുള്ളി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ജീരകപ്പൊടി, തേങ്ങ. ഇതൊന്ന് അരച്ചെടുക്കാനുള്ള ഒരിച്ചിരി വെള്ളവും കൂടെ ചേർത്ത് അരക്കാനുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പറഞ്ഞാൽ ഇതൊരു ചാറ് കറി ആയതുകൊണ്ട് ഈ ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് എൻ്റെ ഉപ്പ് വരേണ്ടി വരും. അന്നേരം നമുക്ക് ബാക്കി ഉപ്പിടാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ആദ്യം. അപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ചക്കക്കുരു മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വെള്ളം. എന്നിട്ട് ഒരു 4 വിസിൽ കേൾക്കും വരെ ഇതങ്ങ് വേവിക്കുക. നമ്മുടെ ചക്കക്കുരു 4 വിസിലായിട്ടുണ്ട്. നമുക്കിതങ്ങ് നിർത്താം. ഇതൊരു കടായി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അതിലോട്ട് നമ്മുടെ മാങ്ങ, മുരിങ്ങാക്കോല്, ഇച്ചിരി ഉപ്പ്, മഞ്ഞൾപ്പൊടി, പച്ചമുളക്. ഈ സമയത്ത് നമ്മൾ അരപ്പൊന്നുണ്ടാക്കുക. അരപ്പിൽ തേങ്ങ, ചുവന്നുള്ളി, വെളുത്തുള്ളി, ജീരകപ്പൊടി. നമ്മുടെ ചക്കക്കുരു നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. മാങ്ങായും വെന്തിട്ടുണ്ട്. മാങ്ങായും ചക്കക്കുരുവൊക്കെ മുരിങ്ങാക്കോലുമൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ചക്കക്കുരു വെന്തത് ഇനി ഇതിലോട്ട് ഒഴിക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ അരപ്പൊഴിക്കണം. നമ്മുടെ കറിക്ക് ഉപ്പ് പോരാ, ഉപ്പ് കുറച്ചുകൂടി ഇടുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കടായി അടുപ്പത്ത് വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കടുകിടുക. കടുകിൻ്റെ കൂടെ ഒരിച്ചിരി ഉലുവയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഉലുവ ഇല്ല. പക്ഷെ കടുക് പൊട്ടിക്കഴിഞ്ഞ് വേപ്പിലിടുക. വറ്റൻമുളക്, ഉള്ളി, ഒരു ബ്രൗൺ കളറാകും വരെ വഴറ്റുക. നമ്മുടെ ഉള്ളി ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലോട്ട് ഇടുക. വറതാളിച്ച് ഇതിൽ കോരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ഇളക്കിയിട്ട് ഒരു 15 മിനിറ്റ് ഇതിങ്ങനെ മൂടി വെക്കുക. മൂടി വെച്ചിട്ട് ആദ്യം തീ ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞ് 15 മിനിറ്റ് മൂടി വെക്കണം. മൂടി വെച്ചിട്ട് സെർവ് ചെയ്യുക. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചക്കക്കുരു മാങ്ങ കറി. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തൂ.